നമ്മെ വീണ്ടെടുക്കുവാനായി മനുഷ്യനിൽ നിന്ന് പരിഹാസവും തുപ്പലും സഹിച്ച കാൽവറിയിലെ തൻ്റെ മരണത്തിലൂടെ നിത്യതയെന്ന അനുഗ്രഹീതമായ യാഥാർത്ഥ്യം നമുക്ക് നേടിത്തന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ആഴമായി ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം. ഇന്ന് വലിയ നോമ്പിലെ 12ാമത്തെ ദിനം. ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങൾ എന്നുള്ളതാണ്. അതിന് ആധാരമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ന്. വേദപുസ്തകത്തിൽ നാം കാണുന്ന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉപമിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഉപമയാണ് കുശവന്റെ ഉപമ. കുശവൻ തൻ്റെ ഇഷ്ടപ്രകാരം കളിമണ്ണ് കുഴച്ച് താൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു പാത്രം മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. തൻ്റെ ഇഷ്ടത്തിനും ചിന്തയ്ക്കും അനുസരിച്ചാണ്, തൻ്റെ കരം കൊണ്ടാണ് കുശവൻ പാത്രം മെനഞ്ഞുണ്ടാക്കുന്നത് എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ പലപ്പോഴെങ്കിലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പാത്രങ്ങൾ മെനയുമ്പോൾ കുശവൻ ആഗ്രഹിച്ചതുപോലെ ആ പാത്രം ആകണം എന്നില്ല. അപ്രകാരമുള്ള അവസരങ്ങളിൽ താൻ നിർമ്മിച്ച കളിമണ്ണ് പാത്രത്തെ കുശവൻ തന്നെ തകർത്ത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വീണ്ടും മെനഞ്ഞെടുക്കുന്നുണ്ട്. ദൈവത്തെ അപ്രകാരമുള്ളൊരു കുശവനായിട്ടാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുക. അത് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും എടുത്ത് പറയുക. കുശവൻ എങ്ങനെ പാത്രം മെനയുന്നുവോ അതേപോലെ ദൈവമായ കുശവൻ മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. മെനഞ്ഞുണ്ടാക്കുക മാത്രമല്ല, ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുന്നത് മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമത്രേ. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്താൽ മെനഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം ഊതുന്നുണ്ട്. അതിനാൽ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുക, അവൻ ദൈവത്താൽ മെനയപ്പെട്ട ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ആയിരിക്കുന്ന കർത്താവിൻ്റെ ജീവശ്വാസം പേറുന്നവനാണ് മനുഷ്യൻ. ആ മനുഷ്യനെയാണ് ദൈവം ലോകത്തിൽ തൻ്റെ സൃഷ്ടിയുടെ കാവലിനായി സംരക്ഷണത്തിനായി ആക്കിവെക്കുക. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ലോകത്തിൽ ആക്കി വയ്ക്കുക.
അതുകൊണ്ട് തന്നെ വേദപുസ്തകം മനുഷ്യനെ, നമ്മുടെ ശരീരത്തെ ഉപമിക്കുന്നത് കുശവൻ മെനഞ്ഞുണ്ടാക്കിയ പാത്രങ്ങളോടുകൂടിയാണ്. ആ പാത്രമാണ് ഞാൻ. ആ പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കരുണാപാത്രങ്ങളാണ്. എന്താണ് കരുണാപാത്രങ്ങൾ? എന്തിനാണ് കരുണാപാത്രങ്ങൾ? അവിടെയാണ് വേദപുസ്തകം അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുക. ഈ പാത്രത്തിൽ നിറയപ്പെട്ടിരിക്കുന്നതൊന്നുണ്ട്. അത് ദൈവത്തിന്റെ തേജസ്സിനായി മുന്നൊരുക്കിയതാണ്. ദൈവത്തിന്റെ തേജസ്സിനായി, ദൈവത്തിന്റെ കരുണ നിറയ്ക്കപ്പെട്ട പാത്രമാണ് നാം. ദൈവ തേജസ് ആൽ നിറയപ്പെട്ട, ദൈവത്തിന്റെ കരുണയോട് കൂടിയ പാത്രമാണ് ഞാനെന്ന ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ യഹൂദ ജാതിയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നുണ്ട്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയിരുന്നിട്ടും ദൈവത്തിന്റെ കരുണാപാത്രങ്ങളായി മാറുവാൻ പലപ്പോഴും സാധ്യമായി തീരുന്നില്ല. യഹൂദന്മാർ അല്ലെങ്കിൽ ഏറ്റവും അവജ്ഞയോടെ കണ്ടിരുന്ന ജാതികൾ എന്ന് പറയുന്നവർ, അവരിൽ ദൈവത്തിന്റെ കരുണാപാത്രമായി രൂപാന്തരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഈ ലോക ജീവിത അനുഭവങ്ങളിൽ, ഇന്നിന്റെ അനുഭവങ്ങളിലായിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ കരുണാപാത്രങ്ങളാണോ എന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കുക. അതോ യഹൂദന്മാർ കോപപാത്രങ്ങളായി മാറിയതുപോലെ നാം മാറ്റപ്പെടുന്നുണ്ടോ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ എന്ന ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടതത്രേ. അതുകൊണ്ട് ദൈവത്തിന്റെ തേജസ്സിനായി മുന്നൊരുക്കപ്പെട്ട കരുണാപാത്രങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ ഈ നോമ്പ് കാലങ്ങളിൽ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുക. അപ്രകാരം അനുഗ്രഹപൂർണമായ ജീവിത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ ഈ കാലയളവിൽ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.